എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടീച്ചർ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ ഒന്നാമത്തെ ക്വാളിറ്റി അമിക്കബിൾ ആൻഡ് അപ്രോച്ചബിൾ. ഇപ്പോ പഴയ കാലമൊന്നുമല്ല, അതായത് ടീച്ചർമാരെ പേടിച്ച് കുട്ടികൾ ഇരുന്നിരുന്ന കാലം. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പോ കുട്ടികൾക്ക് ടീച്ചർമാർ എന്ന് പറയുന്നത് ഫ്രണ്ട്സിനെ പോലെയാണ്, അതായത് എല്ലാറ്റിനും അവരെ ഗൈഡ് ചെയ്യുന്ന ഒരാൾ. അപ്പൊ നിങ്ങൾ പുതിയ ടീച്ചർമാർ കുട്ടികളെ കംഫർട്ട് ആക്കി ഇരുത്തുക, അതേസമയം എവിടെയൊക്കെ ബൗണ്ടറീസ് വേണോ അതും കണ്ടുപിടിച്ച് ചെയ്യുക. ഇനി രണ്ടാമത്തെ ക്വാളിറ്റി നോളജ് ഓഫ് ദ സബ്ജക്ട്. കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ ടീച്ചർമാർ എന്തായാലും ശ്രദ്ധിക്കണം. ഇതിന് ടീച്ചർമാർക്ക് സബ്ജക്ട് നോളജ് എന്തായാലും ഉണ്ടായിരിക്കണം. പിന്നെ കുട്ടികൾക്ക് തോന്നണം എന്റെ ടീച്ചർ സ്മാർട്ടാണ്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എന്റെ ടീച്ചറിൽ നിന്ന് പഠിക്കാനുണ്ട് എന്ന ഒരു തോന്നൽ കുട്ടികളിൽ ഉണ്ടാവണം. ഇനി മൂന്നാമത്തെ ക്വാളിറ്റി ക്ലാസ് റൂം മാനേജ്മെന്റ് സ്കിൽസ്. ഇതിന്റെ പേരിൽ ക്ലാസ്സിൽ ഒരു യുദ്ധം തന്നെയാണ് നടക്കുന്നത് എന്ന് പറയാം. തീർച്ചയായും ഒരു ടീച്ചർക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ക്ലാസ് റൂം മാനേജ്മെന്റ് സ്കിൽ. അപ്പൊ ഈ ക്ലാസ് റൂം മാനേജ്മെന്റ് സ്കിൽസിനെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ഈ ചാനലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന്റെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പൊ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇനി നാലാമത്തെ ക്വാളിറ്റി ഹൗ എൻഗേജിങ് ദ ക്ലാസ് ഈസ്. ക്ലാസ്സിലേക്ക് വരിക, എന്തെങ്കിലും പഠിപ്പിച്ചിട്ട് പോവുക, ഇതല്ല ഒരു ടീച്ചറുടെ ഡ്യൂട്ടി. ടീച്ചിങ് എന്നത് ഇതിന്റെ ഒക്കെ മുകളിലാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ക്ലാസ്സിൽ അറ്റൻഷൻ ഒക്കെ വളരെ കുറവാണ്. ഇപ്പോഴത്തെ കുട്ടികളെ ക്ലാസ്സിൽ പിടിച്ചിരുത്താൻ നമ്മൾ ടീച്ചർമാർ ഒരുപാട് ശ്രമങ്ങൾ നടത്തേണ്ടി വരും. ഇനി അടുത്തത് എന്താണ് എന്ന ഒരു ചിന്ത കുട്ടികളിൽ ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കണം ടീച്ചർമാർ ലെസൺ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി അഞ്ചാമത്തെ ക്വാളിറ്റി ബി എ ലൈഫ് ലോങ് ലേണർ. ടീച്ചിങ്ങിൽ വരുന്ന പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ടീച്ചർമാർ മനസ്സിലാക്കണം, അതുപോലെ അത് പഠിക്കാനും ശ്രമിക്കണം. ഇതൊക്കെയാണ് ടീച്ചർമാരുടെ ക്വാളിറ്റിയിൽ പെടുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.